ഹായ്, എല്ലാവർക്കും ജെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ബീഫ് ഫ്രൈക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ അടച്ചു മൂടി നമുക്കിതൊരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആവി വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. നമ്മുടെ കറിവേപ്പില ഇവിടെ തയ്യാറായി. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് അവരവരുടെ രുചിക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. ഞാനിവിടെ പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്ക തേങ്ങയും എടുക്കാവുന്നതാണ്. തേങ്ങ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി. നമുക്കിത് തുറന്ന് നോക്കാം. ഇറച്ചിയൊക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബാലൻസ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നൈസായി അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്നങ്ങ് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാനുള്ള എണ്ണ മതിയാവും. ഉപ്പ് എല്ലായിടവും ഒന്ന് പിടിച്ചു കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റി നിറം മാറേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. നമ്മളുടെ ഉള്ളി ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് തീയിലിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയും അരപ്പും എല്ലാം കൂടി ചേർത്ത് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളുടെ ഇറച്ചി എല്ലാം ഇവിടെ ചേർത്ത് കഴിഞ്ഞു. ഇത് നമുക്കിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. പരന്ന പാത്രം ആണ് ഏറ്റവും ഉചിതം. അതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടും. ഇറച്ചി അല്പം നിറമാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ച് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് കഴിക്കുന്ന സമയത്ത്. കുരുമുളക് എല്ലായിടവും മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ ഇറച്ചി പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇളക്കേണ്ട കാര്യമില്ല. ഇളക്കാതെ 1 മിനിറ്റ് കൂടി തീയിൽ വെച്ചുകൊണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. നല്ല നാടൻ ബീഫ് ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമുക്ക് ഇനിയും നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.